ഹലോ ഗൈസ്, ഇത് മൗറീഷ്യസിലെ ലാ വാലി ദി കളേഴ്സ് എന്ന് പറയുന്ന ഒരു അഡ്വെഞ്ചർ പാർക്കാണ്. ഈ അഡ്വെഞ്ചർ പാർക്ക് മൗറീഷ്യസിൻ്റെ സൗത്ത് സൈഡിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നല്ല പച്ചപ്പും ഒക്കെ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു തണുപ്പുള്ളൊരു പ്രദേശമാണിത്. 450 ഏക്കറോളം ഈ അഡ്വെഞ്ചർ പാർക്ക് സ്ഥിതി ചെയ്യുവാണ്. അവിടെ സിപ്പ് ലൈനുണ്ട്, ക്വാഡ് ബൈക്കിംഗ് ഉണ്ട്. ഞാൻ ഇവിടെ ഉള്ള ആ ഒരു വില വിവര പട്ടിക ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ സൗകര്യം പോലെ ഒന്ന് വായിച്ചു നോക്കുക. മൗറീഷ്യൻ റുപ്പീസിലാണ് ഇട്ടിട്ടുള്ളത്. ഇതിൽ ഞാൻ ചെയ്തത് ക്വാഡ് ബൈക്കിങ്ങും പിന്നെ ഒരു നേപ്പാളീസ് ബ്രിഡ്ജുമാണ്. ഈ ക്വാഡ് ബൈക്കിംഗ് ചെയ്യുന്നതിന് മുൻപ് അവർ നമുക്ക് ചെറിയൊരു ട്രെയിനിങ് തരും. ഒരു വെയിറ്റിംഗ് ഷെഡിൽ ബാക്കിലിരിക്കുന്ന ആൾ വെയിറ്റ് ചെയ്യണം. ഫ്രണ്ടിൽ വണ്ടി ഓടിക്കുന്ന ആൾക്ക് ഒരു 10 മിനിറ്റ് ഒരു ട്രെയിനിങ് സെഷൻ കൊടുക്കും. അതിനുശേഷമാണ് പിന്നെ 2 പേർക്ക് ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്നത്. സിംഗിളായിട്ട് വേണമെങ്കിലും ഈ വണ്ടി ഓടിക്കാവുന്നതാണ്. അങ്ങനെ ഒരു ചെറിയ പ്രാക്ടീസിന് ശേഷം നമുക്ക് ഇതുപോലെ ലൈനപ്പ് ചെയ്തവർ നിർത്തും. നമ്മുടെ എല്ലാവരുടെയും ഫ്രണ്ടിൽ ആ ഗൈഡ് കൂടി നമ്മുടെ ഒപ്പം സഞ്ചരിക്കും. അദ്ദേഹത്തിൻ്റെ ക്വാഡ് ബൈക്കിലായിരിക്കും വരുന്നത്. അതിനുശേഷം നമ്മളെ ഈ അഡ്വെഞ്ചർ പാർക്കിൻ്റെ നല്ലൊരു ശതമാനം ഏരിയയും നമ്മൾ സഞ്ചരിച്ച് തന്നെ കാണും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പക്ഷേ നമ്മൾ പോയപ്പോഴും നല്ല പെരും മഴയായിരുന്നു. അത് വേറെ തന്നെ ഒരു വൈബായിരുന്നു സത്യം പറഞ്ഞാൽ. ഈ ക്വാഡ് ബൈക്കിൽ നനഞ്ഞ് കുളിച്ച് സ്റ്റീപ്പ് സ്ലോപ്പുണ്ട്, ഇറക്കമുണ്ട്, കയറ്റമുണ്ട്, വെള്ളച്ചാട്ടം പോലെ അതിലിങ്ങനെ ചെറിയ അരുവി കൂടെ പോകുന്നുണ്ട്. അങ്ങനെ ഭയങ്കര നല്ലൊരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പം മഴ പെയ്തില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ചുട്ട് പൊള്ളിക്കരിഞ്ഞ് പണ്ടാരം വെയിലായിരുന്നേനെ. അപ്പോൾ അവിടെയുള്ള ഗൈഡും പറഞ്ഞത് മഴ ആയതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ ഇത് നല്ല രീതിയിൽ റിസ്ക് ഉള്ള ഒരു ട്രാവൽ തന്നെയായിരുന്നു ഈ ക്വാഡ് ബൈക്കിങ്. ഒരു ബാലൻസിൽ നമ്മൾ പോവുക. ഓടിക്കാൻ അറിയാവുന്നവർക്ക് പോലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സ്ട്രെന്നസ് ആയിട്ട് ശക്തി ഉപയോഗിക്കേണ്ട ബൈക്കായിട്ടാണ് ഓടിച്ചവരെല്ലാം പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ലൈനപ്പ് ചെയ്ത് നമ്മുടെ ഗൈഡ് നിർത്താൻ പറയും. ഞങ്ങളുടെ കൂടെ ഉള്ളവരും കൂടി എല്ലാവരും ഒരേപോലെ അടുത്ത് തന്നെ എത്തിയോ എന്ന് നോക്കാനാണ്. എന്നിട്ട് ആണ് പിന്നെ നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നത്. ഇവിടെ നമുക്കൊരു സംബാർ ഡിയറിനെ കാണാൻ സാധിക്കും. പിന്നെ 1-2 മയിലുകളെ കണ്ടിരുന്നു. ഈ ഒരു ഏരിയ എത്തിയപ്പോൾ നല്ലൊരു ഭംഗിയായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നത് ഒരു 23 കളേർഡ് സാൻഡ് അല്ലെങ്കിൽ ഒരു 23 കളേർഡ് എർത്ത് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. ഈ മൗറീഷ്യസിൽ കാണുന്ന ഈ അഡ്വെഞ്ചർ പാർക്കിൽ ഉള്ള ഒരു സൈറ്റ് സീയിങ് സ്ഥലമാണ്. 23 നിറങ്ങളുണ്ട്. പലതരം മിനറൽസൊക്കെ ചേർന്നിട്ടാണ് അങ്ങനെ ഒരു ഭൂപ്രകൃതി ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ വാട്ടർഫോളുണ്ട്. നമുക്ക് കുറച്ച് നേരം ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ അവർ തന്നു. ഈ പ്രദേശം ഫുള്ള് നമുക്ക് വേണമെങ്കിൽ നടന്നും കാണാം. ഇങ്ങനെ വണ്ടി പോകണമെന്നില്ല. പക്ഷേ അത് ഒരുപാട് മണിക്കൂറുകളെടുക്കും. പിന്നെ അല്ലെങ്കിൽ സെലക്റ്റീവായിട്ട് ഈ ഒരു പ്രദേശം മാത്രമായിട്ടൊക്കെ നമുക്ക് നടന്നും എൻജോയ് ചെയ്യാം. നല്ല ഒരു അറ്റ്മോസ്ഫിയറാണ്, സൈലൻ്റാണ്, നല്ല പൊല്യൂഷനൊന്നും ഇല്ലാത്ത വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ ആ 23 കളേർഡ് എർത്ത് കാണാൻ പോവാണ്. ഇങ്ങനെ സ്റ്റെപ്പ് കയറി അതിൻ്റെ ഒരു മുകളിൽ നിന്നുള്ളൊരു വ്യൂ. ഈ മൗറീഷ്യസിൽ ക്രിയോൾ ഭാഷയാണ് അവർ സംസാരിക്കുന്നത്. പക്ഷേ ഇംഗ്ലീഷും ഫ്രഞ്ചും നല്ല രീതിയിൽ ആൾക്കാർക്ക് സംസാരിക്കുന്നുണ്ട്, മനസ്സിലാവുകയും ചെയ്യും. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു വാട്ടർഫോൾ കണ്ടു. വെള്ളച്ചാട്ടവും പരിസരമൊക്കെ നല്ല വൃത്തിയാക്കി അവരിട്ടിരിക്കുന്നത്.
അങ്ങനെ ഞാൻ അതുവഴി നടന്നു പോയപ്പോൾ ഇവിടെ ഒരു ബോർഡിൽ ട്രാവലേഴ്സ് പാം എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു. അപ്പോൾ ആ മരത്തിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചു. ഇതാണ് ട്രാവലേഴ്സ് പാം. ഒരു വീശറി പോലെ ഇല്ലേ? ശരിക്കും ഇതൊക്കെ കണ്ടു പോയപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ കേരളമൊക്കെ ഇതേപോലെ തന്നെയല്ലേ, ഒരു ശകലം കൂടി ഒന്ന് വൃത്തിയാക്കിയിട്ടാൽ എന്തോരം ഭംഗിയായിരിക്കും നമ്മളെ നാട് കാണാൻ. ഈ നാട്ടുകാരെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കാണുന്നില്ല, ഇപ്പം നിങ്ങൾ തന്നെ കണ്ടല്ലോ, ഈ സ്ഥലമൊക്കെ നമ്മുടെ കൊച്ചു കേരളത്തിൽ സ്ഥിരമായിട്ട് കാണുന്നതും നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലമൊക്കെ ഇതുപോലെ തന്നെയല്ലേ. പക്ഷേ ഇവരിവിടെ വലിയ ടെക്നോളജി ഒന്നും ഉപയോഗിച്ചിട്ടില്ല, ജസ്റ്റ് വൃത്തിയാക്കി മാത്രം ഇട്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ സ്ഥലത്തിൻ്റെ ഒരു ഭംഗി തന്നെ അങ്ങ് കൂടുവാണ്. ആ പ്രകൃതിയുടെ ഭംഗി ഫുള്ളായിട്ട് പുറത്ത് വരുമ്പോൾ തന്നെ ഒത്തിരിയും വിദേശികളും സ്വദേശികളും ഒക്കെ സ്ഥലം കാണാൻ എത്തുന്നതാണ്. അവർക്കും അതൊരു ആനന്ദമല്ലേ. ലാസ്റ്റ് ഞാൻ കയറിയതാണ് നേപ്പാളീസ് ബ്രിഡ്ജ്. സത്യം പറഞ്ഞാൽ ഇത് ഹൈറ്റ് പേടിയുള്ളവർ ട്രൈ ചെയ്യരുത് എന്ന് ഞാൻ പറയൂല, പക്ഷേ ഒന്ന് ലൈഫിലൊരു എക്സ്പീരിയൻസ് വേണമല്ലോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അത്രയും ധൈര്യം ഉണ്ടെങ്കിൽ. എൻ്റെ കിളി മൊത്തത്തിൽ പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. ഈ ചിരിച്ച് നിൽക്കുന്ന ഫോട്ടോയൊന്നും നോക്കണ്ട, ആ തുടക്കം തൊട്ട് ഈ ഫോട്ടോ എടുക്കുന്നിടം വരെ, ഫോട്ടോ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ പോസ് ചെയ്ത് നിൽക്കുന്നതേ ഉള്ളൂ, അതുവരെ ഞാൻ നിലവിളിച്ച് കാറി കൂവി അവിടെ മെഴുകി വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിതിൽ കയറുകയും വേണം, അതുകൊണ്ടാണ് കരഞ്ഞ് വിളിച്ചിട്ടാണെങ്കിലും ഞാനിതിൽ കയറിയത്. ഇതൊരു മെറ്റാലിക് ബ്രിഡ്ജാണ്, പക്ഷേ എന്നാലും ചെറിയൊരു ആട്ടവും കുലുക്കമൊക്കെ ഉണ്ട്. അത്യാവശ്യം നമുക്ക് ഒരു റോപ്പ് ഹാർനസ് സൈഡിൽ പിടിക്കാനൊക്കെ ഉണ്ട്. 1 കിലോമീറ്റർ പൊക്കവും ഒരു 1.5 കിലോമീറ്ററോളം ലെങ്ത്തും ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ഈ ആക്ടിവിറ്റീസിന് ശേഷം നമ്മളെ ജീപ്പിൽ നമ്മുടെ എൻട്രൻസിൻ്റെ അവിടെ ഇറക്കും. അപ്പോഴുണ്ട് ഈ വലിയൊരു ആമ ഇങ്ങനെ നടക്കുന്നത് കണ്ടു. 2 ആമയുണ്ട്, ഒന്ന് ഈ വേലിയുടെ ഇപ്പുറവും ഒന്ന് വേലിക്കകത്തും ഉണ്ട്. അപ്പുറത്തൊരു പൂവൻകോഴി നിൽക്കുന്നുണ്ട്. ആ വേലിക്കുള്ളിലാണ് മറ്റേ ഒരു ആമയുള്ളത്, ഒരു ജയൻറ്റ് ടോർട്ടോise. ആമ അങ്ങനെ ആർക്കും ഒരു ശല്യം ഉണ്ടാക്കാതെ ഒരു മൂലയിൽ നിന്ന് അവിടെയുള്ള പുല്ല് അത്രയും കടിച്ച് പറിച്ച് തിന്നുകൊണ്ടിരിക്കുമായിരുന്നു. ശേഷം നമ്മൾ അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് ഇറങ്ങി യാത്ര തുടർന്നു. ബൈ ബൈ.